അഭിമന്യ തിരുമേനി കഴിഞ്ഞ 4 പതിറ്റാണ്ട് താമസിച്ച് ശുശ്രൂഷിച്ച തന്റെ സ്വഭവനമായ ബഥനി ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ബഥനി ആശ്രമ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി ചാപ്പലിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. ചാപ്പലിനുള്ളിൽ പ്രവേശിച്ച് ഇവിടെ പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന പീഠത്തിൽ ഈ മൃതദേഹം ഇപ്പോൾ വയ്ക്കുന്നതാണ്. നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് അറിയിക്കുകയാണ്. ദയവായിട്ട് ആ വാതിലേക്ക് ഇറങ്ങുന്ന വഴി ഒഴിഞ്ഞു കൊടുക്കണം. ഇനി വിശ്വാസികൾക്ക് കണ്ട് കൈമുത്തി തിരിച്ചു പോകാനുള്ള സൗകര്യമാണത്. അതുകൊണ്ട് വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും കൂടി നിൽക്കുന്ന വൈദികർ ദയവായിട്ട് വഴി ഒഴിഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തുമുള്ള വാതിലുകൾ ഒഴിഞ്ഞ് നിൽക്കുവാൻ തക്കോണം ബഹുമാനപ്പെട്ട വൈദികർ ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുകയാണ്. ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് അനേകം വിശ്വാസികൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ വിശ്വാസികൾക്കും ഈ മൃതദേഹം കണ്ട് വണങ്ങി കൈമുത്തി കടന്നു പോകാനായിട്ടുള്ള അവസരമാണ് ഒരുക്കുന്നത്. പുരുഷന്മാർ പടിഞ്ഞാറേ വാതിൽ വഴിയായിട്ട് പള്ളിയകത്ത് പ്രവേശിച്ച് ഭൗതിക ശരീരം വെച്ചിരിക്കുന്ന ഈ പീഠത്തിന്റെ അടുത്ത് വന്ന് മുത്തിയ ശേഷം ഇവിടുന്ന് വടക്കേ ഭാഗം വഴിയായിട്ട്, വടക്കേ വാതിൽ വഴിയായിട്ട് ഇറങ്ങിപ്പോകണം. സ്ത്രീകളും അതുപോലെ തന്നെ ഭൗതിക ശരീരം ദർശിച്ച് വണങ്ങി മുത്തിയ ശേഷം തെക്കേ വാതിൽ വഴിയായിട്ട് ഇറങ്ങി പുറത്തേക്ക് പോകണം എന്ന് അറിയിക്കുകയാണ്. പുഷ്പചക്രം സമർപ്പിക്കാനുള്ളവർ ദയവായിട്ട് അവരവരുടെ പേര് വിവരം ഇവിടെ തന്ന ശേഷം പുഷ്പചക്രങ്ങൾ സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ബഥനി ആശ്രമ അംഗങ്ങളുടെയും ബഥനി കോൺവെന്റ് സിസ്റ്റേഴ്സിന്റെയും പ്രത്യേക ശ്രദ്ധയ്ക്കായിട്ട് പറയുന്നു, ശുശ്രൂഷ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി ബഥനി ആശ്രമ അംഗങ്ങളുടെ അതുപോലെ തന്നെ ബഥനി കോൺവെന്റ് സിസ്റ്റേഴ്സിന്റെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഈ ഭൗതിക ശരീരത്തോടൊപ്പം എടുക്കുന്നുണ്ട്. അതിനായിട്ട് എല്ലാവരും നേരത്തെ തയ്യാറായി നിൽക്കണം എന്നറിയിക്കുകയാണ്. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ പുഷ്പചക്രം ഇപ്പോൾ സമർപ്പിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നത് പുരുഷന്മാർ മാത്രമാണ്. ഇവിടെ വന്നിരിക്കുന്നത് ഒരു നല്ല ശതമാനം സ്ത്രീകളുമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സമയം ഇവിടെ വന്ന് ഈ ഭൗതിക ശരീരം മുത്തി കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാവണം. അതുകൊണ്ട് പടിഞ്ഞാറ് വാതിൽ നിൽക്കുന്ന വോളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാരുടെ ഒരു ലൈനും സ്ത്രീകളുടെ ഒരു ലൈനുമായിട്ട് 2 ലൈനായിട്ട് ഇങ്ങോട്ട് കടത്തിവിടണം. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ലൈനുകൾ ഓരോന്നായിട്ട് പടിഞ്ഞാറേ വാതിൽ വഴിയായിട്ട് കടത്തിവിടുവാൻ വോളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകൾ അടുത്താക്കി ഇവിടെ
പ്രത്യേകം സന്തോഷത്തോടെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ മൃതദേഹം കണ്ടുവണങ്ങി അന്തിമോപചാരം അർപ്പിക്കുവാനായി എത്തിയിരിക്കുന്ന ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് MP ഒരു വാക്ക് അനുശോചനം രേഖപ്പെടുത്തുന്ന അഭിനന്ദിയ പിതാക്കന്മാരെ, വന്നിയ തമ്പാച്ചന്മാരെ, വൈദിക സെക്രട്ടറി, പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, മാവേലിക്കര ഭദ്രാസനത്തിന്റെ പ്രഥമ ഇടയൻ, മാവേലിക്കരയിലെ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും ഏറ്റുവാങ്ങിയ ജനകീയനായ മെത്രാപ്പോലീത്ത അഭിമന്യ പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ മാവേലിക്കരയിലെ ജനങ്ങൾ അശ്രുപൂജ അർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ അഭിമന്യ പക്കോമിയോസ് തിരുമേനിയെ കുറിച്ച് സുദീർഘമായ ഒരു അനുശോചന പ്രസംഗം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാവേലിക്കരയിൽ വെച്ച് ഞാൻ അനുശോചനം നടത്തിയതാണ്. ഒരിക്കൽ കൂടി തിരുമേനിക്ക് ആദരാഞ്ജലി അർപ്പിക്കും. ഇപ്പോൾ കോട്ടയം പഴയ സെമിനാരിക്ക് വേണ്ടി പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജേക്കബ് കുര്യൻ അച്ഛൻ റീത്ത് സമർപ്പിക്കുന്നതാണ്. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ പുഷ്പചക്രം സമർപ്പിക്കും. റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിന് വേണ്ടി സുപ്പീരിയർ വന്നിയ ഔഗേൻ റംബാച്ചനും പുഷ്പചക്രം സമർപ്പിക്കുന്നതാണ്. ഇപ്പോൾ റാന്നി MLA ബഹുമാനപ്പെട്ട രാജു എബ്രഹാം അഭിമന്യ തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതാണ്. അഭിമന്യ തിരുമേനിമാരെ, വൈദിക ശ്രേഷ്ഠന്മാരെ, പ്രിയപ്പെട്ട ഏറ്റവും ദുഃഖത്തോടെയാണ് മോളെയും ഈ ബദനി ആശ്രമവും അതുപോലെ തന്നെ വിശ്വാസ സമൂഹവും അഭിവൃദ്ധിയ തിരുമേനിക്ക് ഈ ലോകത്ത് നിന്നും സമുചിതമായ ഒരു യാത്രയപ്പ് നൽകുന്നതിൻ്റെ ഭാഗമായി ഈ ശവസംസ്കാര ശുശ്രൂഷ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വൈദികനായി ഈ ആശ്രമത്തിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടം മുതൽ ഞങ്ങളുമായിട്ടെല്ലാം ഏറ്റവും അടുത്ത് സഹകരിച്ച ഒരു വലിയ വ്യക്തിത്വമാണ്. പെരുന്നാടിനെ സംബന്ധിച്ചിടത്തോളം, റാന്നിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ പൊതു ചടങ്ങുകൾക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു നേതൃസ്ഥാനത്ത് നിന്നാണ് സുപ്പീരിയറായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ തിരുമേനി പ്രവർത്തിച്ചത്. ഇവിടുത്തെ പോയ ശേഷം ഇവിടുത്തെ എല്ലാ ചടങ്ങുകൾക്കും, ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും തിരുമേനി ഓടിയെത്തുമായി. ഇന്നത്തെ ഈ ചടങ്ങിൽ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത്. എനിക്ക് മറ്റൊരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ നാട്ടിലില്ലാത്ത ഒരു സമയമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ വന്നപ്പോഴാണ് തിരുമേനി എന്നോട് പറഞ്ഞത്, 5-ാം തീയതി നടക്കുന്ന ഓർമ്മ പെരുന്നാളിന് സ്പീക്കറെ ബുക്ക് ചെയ്തിരുന്നു, സ്പീക്കർ പങ്കെടുക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് രാജു നിർബന്ധമായിട്ടും ഇവിടെ ഉണ്ടാവണം. ഞാൻ എൻ്റെ പരിപാടികളൊക്കെ റദ്ദാക്കിയാണ് നാളെ 5-ാം തീയതി ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ ഉണ്ടായത്. പക്ഷെ ഇത്തരത്തിൽ ഒരു വിടവാങ്ങൽ ചടങ്ങിലാണ് പങ്കെടുക്കേണ്ടി വന്നതെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ത്യ തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇപ്പോൾ ശ്രീമതി മാലിയത്ത് സരള ദേവി XMLA അനുശോചനം അറിയിക്കും.
ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ അഭിമന്യ തിരുമേനിയുടെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നത് ഞാനിപ്പോഴും അടുപ്പിച്ചിരുന്നതൊക്കെ വലിയ സ്നേഹത്തോടുകൂടി കാണപ്പെട്ട ഒരു ദൈവമായിട്ട് സത്യത്തിൽ മനസ്സിൽ തോന്നിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞ് ഇവിടുന്ന് പോവുകയല്ല, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. ഒരിക്കലും നീ വേദനിക്കുന്നവൻ്റെയും യാതന അനുഭവിക്കുന്നതിൻ്റെയും ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമേ നിന്നെ എനിക്ക് കാണാൻ കഴിയത്തുള്ളൂ എന്ന ദൈവവചനം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിലുടനീളം നമ്മളെ മനസ്സിലാക്കി തന്ന അഭിമന്യ തിരുമേനി ഇന്ന് ഞാൻ ഓർത്തു എനിക്കിവിടെ എത്താൻ കഴിയത്തില്ല, ചിലപ്പം വന്നു ചേരാൻ പറ്റത്തില്ല. പക്ഷേ തിരുമേനിയുടെ ആ കൃപാകടാക്ഷവും ദൈവാനുഗ്രഹത്താലും കൂടെ തന്നെ ഇവിടെ എത്തിച്ചേരാനും ഇവിടെ നിൽക്കാനും കഴിയും. നമ്മുടെ കണ്ണുകൾ നിറയണ്ട എന്ന് വിചാരിക്കുമെങ്കിൽ പോലും ആ മഹത്വമുള്ള ദൈവവചനങ്ങളിലൂടെ എല്ലാവരെയും ഞങ്ങളെ കണ്ടു കഴിഞ്ഞ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ദൈവപുത്രന്മാരെ തന്നെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ആധ്യാത്മിക തലങ്ങളിലും സ്വന്തം ജീവിതങ്ങളിലും മറ്റുള്ളവർക്ക് വഴികാട്ടിയായ അഭിമന്യ തിരുമേനി കുറച്ചു നാൾ കൂടെ ഞങ്ങൾക്ക് തരാൻ കഴിയാതെ പോയല്ലോ ദൈവമേ എന്ന് ഞാൻ ദൈവത്തെ മുമ്പിൽ അപേക്ഷിക്കുകയാണ്. എങ്കിലും ആ തന്ന നിമിഷങ്ങളെല്ലാം ദൈവവചനങ്ങളിലൂടെ ലോകത്തെ കണ്ടു നമുക്ക് തിരുമേനിയെ യാത്രയാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ ധനം നീ എല്ലാവരെയും സ്നേഹിക്കുക എന്ന വെളിപാടിലൂടെ ദൈവം ഓർമ്മിപ്പിച്ച രീതിയിൽ നമ്മളെ മനസ്സിലാക്കിയിട്ടാണ്. ആ സ്നേഹത്തിലും തന്ന നിർദ്ദേശത്തിലും കാണുമ്പോൾ ഞങ്ങളോടൊക്കെ കാഴ്ച നല്ല സ്നേഹമായ ഉപദേശത്താലും ദൈവികമായ കൃപ ചെയ്യുന്ന വാക്കുകളാലും ഞങ്ങളെ അനുഗ്രഹിച്ചു. അനുശോചനം വാക്കുകളില്ല മുഴുവനായിട്ട് പറയാനെങ്കിലും അനുശോചനം എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ദൈവികമായ രീതിയിൽ അങ്ങയെ കാണുമെന്നും അങ്ങയുടെ വചനങ്ങൾ ഓർമ്മിക്കും, ഞങ്ങളത് ഏറ്റെടുക്കും. അതാണ് പറയാൻ, മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. എല്ലാ അനുശോചനവും അറിയിക്കുന്നു എന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവകൃപയാൽ അങ്ങ് ഇവിടെ നടന്നതുപോലെ ഉൾക്കൊള്ളും എന്ന് മാത്രം പറഞ്ഞു. ഒരു കാര്യം നിങ്ങളുടെ സ്നേഹത്തോടെ അറിയിക്കട്ടെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അഭിമന്യ തിരുമേനിയുടെ ഭൗതിക ശരീരം കണ്ടു വണങ്ങിപ്പോകാനുള്ള അവസരം ഉണ്ടാവണം. അതുകൊണ്ട് ഇവിടെ തിക്കും തിരക്കും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഇവിടെ ഈ വഴി ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നവർ ദയവായിട്ടൊന്ന് മാറിക്കൊടുക്കണം. ജനങ്ങൾക്ക് സൗകര്യപൂർവ്വം ഇറങ്ങിപ്പോകത്തക്കവണ്ണം ആ വഴി ഒഴിച്ചിട്ട് കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. തെക്കുവശത്തും വടക്കുവശത്തും ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആളുകൾക്ക് പുറത്തേക്ക് പോകത്തക്കവണ്ണമുള്ള വഴി കൊടുക്കണം. ഇപ്പോൾ ആലുവ തൃക്കുത്ത് സെമിനാരിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മത്തായി ഇടയനാൽ കോർപ്പിസ്കോപ്പ അച്ഛൻ പുഷ്പചക്രം സമർപ്പിച്ചിരിക്കുന്നു. ബിലായി മിഷൻ സെന്ററിന് വേണ്ടി ബഹുമാനപ്പെട്ട സിസ്റ്റർ ലുദിയ പുഷ്പചക്രം സമർപ്പിക്കുന്നു. വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് കുരനച്ചൻ ഇപ്പോൾ ഒരു വാക്ക് സെമിനാരിയുടെ അനുശോചനം അറിയിക്കുന്നതാണ്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലങ്കര സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസ്ഥാപനമാണ് ഓർത്തഡോക്സ് വൈദിക സെമിനാരി. ആ വൈദിക സെമിനാരിയുടെ ഗവേണിംഗ് ബോർഡ് അംഗമായി ഞങ്ങൾക്ക് പിതൃസ്ഥാനീയനായി എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകുകയും
ഉപദേശം നൽകുകയും ചെയ്ത അഭിമന്യ പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനിയോട് ഓർത്തഡോക്സ് വൈദിക സെമിനാരി കുടുംബത്തിനുള്ളതായ ആദരവും പ്രത്യേകമായ കടപ്പാടും ഈ അവസരത്തിൽ ആദരപൂർവം തൃപ്പാദത്തെങ്കിൽ സമർപ്പിക്കുന്നു. കുലീനമായ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ആധ്യാത്മികമായ ഒരു പരിശീലനത്തിന്റെ അടിത്തറയോടുകൂടി മലങ്കര സഭയുടെ സേവനത്തിന് തന്നെ തന്നെ പ്രതിഷ്ഠിച്ച ഈ വലിയ ഇടയൻ തന്നെ ഏൽപ്പിച്ചതെല്ലാം മനോഹരമാക്കി പൂർത്തീകരിച്ച് ദൈവം നമ്പുരാൻ തനിക്ക് നൽകിയതായ കാലഘട്ടത്തെ ദൈവസന്നിധിയിൽ അനുഗ്രഹപൂർണമായ തിരുമുൽക്കാഴ്ചയായിട്ട് കർമ്മ ചൈതന്യത്തോടുകൂടി തൃപ്പാദത്തെങ്കിൽ സമർപ്പിച്ച ഈ പിതാവിനെ മലങ്കര സഭയെന്നും ആദരപൂർവം സ്മരിക്കും. കർത്താവേ മിശിഹായെ കുറിച്ച് വിശുദ്ധ മർക്കോസ് സുവിശേഷത്തില് 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ കുറിച്ചിരിക്കുന്നതായ ഒരു വാചകം, അവൻ സകലവും നന്നായി ചെയ്തു എന്ന്. ആ പിതാവിന്റെ, വലിയ പിതാവിന്റെ, രക്ഷകന്റെ കാലടികളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് അഭിമന്യ തിരുമേനിയും ഏൽപ്പിച്ചതെല്ലാം നന്നായി ചെയ്തു എന്ന് എല്ലായിടത്തും എല്ലാവർക്കും പറയുവാൻ കഴിയുന്ന അനുഗ്രഹകരമായ ഒരു സാക്ഷ്യത്തിനുടമയാണ്. മലങ്കര സഭ അദ്ദേഹത്തെ ആധ്യാത്മിക സ്രോതസ്സായിട്ട് കണ്ടുകൊണ്ട് ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പിതാക്കന്മാരോട് ചേർന്ന് ദൈവസന്നിധിയിൽ ഞങ്ങളെ സ്മരിക്കുവാനുള്ള പ്രത്യേക സാന്നിധ്യമായിട്ട് കരുതിക്കൊണ്ട് ആ പിതാവിന്റെ തൃപ്പാദത്തെങ്കിൽ എല്ലാ ആദരവും വൈദിക സെമിനാരി സമർപ്പിച്ചുകൊള്ളുന്നു. തെയോ ഭവൻ എന്ന് ഈ ഭൂമിയിൽ അദ്ദേഹം ഉണ്ടാക്കിയതായ നൈമിഷികമായ ഭവനത്തിൽ നിന്ന് ദൈവഭവനത്തിലേക്ക് നിത്യമായിരിക്കുന്ന വാസസ്ഥാനത്തേക്ക് നീക്കപ്പെട്ടിരിക്കുന്ന പിതാവേ, സമാധാനത്താലെ പോയാലും അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും. ഇപ്പോൾ തിരുമേനിമാരെ, മലങ്കര സഭയുടെ ആത്മീയ തേജസ്സായ കേരളീയ സമൂഹം എന്നും സ്നേഹാദരങ്ങളോടെ ഹൃദയത്തിൽ സ്നേഹിച്ചിരുന്നു പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനി ഒരു ഓർമ്മയായി മാറിയിരിക്കുകയാണ്. ഭൂമിയിലെ ധന്യമായ ജീവിതം, പുണ്യമായ ജീവിതം, ആ പുണ്യജീവിതത്തിന് സ്വർഗത്തിൽ ദൈവം നൽകുന്ന പ്രതിഫലം ഏറ്റുവാങ്ങാൻ അഭിമന്യ തിരുമേനി യാത്രയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് സ്നേഹങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ പറ്റാത്ത കരുണയുടെ ആ പരിലാളന ഏറ്റുവാങ്ങിയ ജനസമൂഹം ദുഃഖസാന്ദ്രമായി നിറകണ്ണുകളോടെ വേദനയോടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുള്ളത്. അഭിമന്യ തിരുമേനിയോടെ സ്പന്ദിക്കുന്ന ഓർമ്മകൾ അദ്ദേഹം ഈ മണ്ണിൽ തുടങ്ങി വെച്ച നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ആ തിരുമേനി കാലയവനിക്കുള്ളിൽ മറഞ്ഞാലും എന്നുമെന്നും ഈ നാട്ടിലെ ജനസമൂഹത്തിൻ്റെ മനസ്സിൽ അത് മറക്കാത്ത, മരിക്കാത്ത ഒരു ഓർമ്മയായി നിൽക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ, പവിത്രമായ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഹൃദയം നിറഞ്ഞ ദുഃഖപൂർണമായ അനുശോചനം ഞാൻ അറിയിക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്. KL 7BR 8976 വാഹനം ഇപ്പോൾ ഗതാഗത തടസ്സമുണ്ടാക്കുന്നുണ്ട്. ദയവായിട്ട് അത് മാറ്റിക്കൊടുക്കണം. KL 7BR 8976 ഈ വണ്ടി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തു മാറ്റണം അറിയിക്കുകയാണ്. ഇവിടെ വന്ന അന്തിമോപചാരം അർപ്പിച്ചത് റാന്നി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ദേവദാസ്, റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജമ്മ. ഇവരും പ്രത്യേകമായിട്ടുള്ള അനുശോചനം ഇവിടെ അറിയിച്ചിരിക്കുന്നു. ഇടുക്കി ഭദ്രാസനത്തിന് വേണ്ടിയിട്ട് ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ ഇപ്പോൾ പുഷ്പയജ്ഞം സമർപ്പിക്കുന്നതാണ്.
ഇനി ദീർഘമായിട്ട് നമുക്കിവിടെ അനുശോചന പ്രസംഗങ്ങൾക്കുള്ള അവസരം ഇല്ല, കാരണം സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പരിശുദ്ധ ബാബ തിരുമേനി, പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട അറബാച്ചന്മാർ, വൈദികരെ, കർത്താവിൽ പ്രിയമുള്ള വിശ്വാസികളെ, ഇടുക്കി ഭദ്രാസനത്തിൻ്റെ 3ാമത് മെത്രാപ്പൊലീത്തയായി 1994 മുതൽ 2002 വരെ 8 വർഷക്കാലം ഭദ്രാസനത്തിലെ പ്രവർത്തനങ്ങൾക്ക് പൗലോസ് പക്വബേസ് തിരുമനസ്സുകൊണ്ട് നേതൃത്വം നൽകുകയുണ്ടായി. ബാലാഷ്ടത്തിൽ കഴിഞ്ഞ ഭദ്രാസനത്തെ അതിൻ്റെ വളർച്ചയുടെ പടവുകളിൽ 8 വർഷം നയിച്ച് വളരെ അനുഗ്രഹകരമായി ആ ഭദ്രാസനത്തിന് ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം 17, 18, 19 തീയതികളിൽ ബഥനി ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ദൈവവിളി കോൺഫറൻസിൽ 3 ദിവസം തിരുമനസ്സുകൊണ്ട് ഇടുക്കി ഭദ്രാസന ആസ്ഥാനത്ത് താമസിച്ച് ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയുണ്ടായി. കൊച്ചുകുട്ടികളെ പോലും പേരെടുത്ത് വിളിച്ച് അവരുമായി ഏറ്റവും അടുത്ത് ഇടപഴകുവാൻ തക്കവണ്ണം ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട എല്ലാ വൈദികർക്കും വിശ്വാസികൾക്കും തിരുമേനിയെ ഒന്നുകൂടി അടുത്ത് കാണുവാൻ തക്കവണ്ണം ആ ദിവസങ്ങൾ വളരെയേറെ പ്രയോജനപ്പെടുകയുണ്ടായി. 8 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ പരിചയപ്പെട്ട എല്ലാവരെയും എപ്പോഴും പേര് ചൊല്ലി വിളിക്കുവാൻ തക്കവണ്ണമുള്ള ഒരടുപ്പം അഭിമന്യ തിരുമനസ്സിനുണ്ടായിരുന്നു. ഇടുക്കി ഭദ്രാസനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വാസി സമൂഹത്തിൻ്റെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും ഹർത്താൽ പോലും ഇന്ന് എത്തിച്ചേരുവാനായിട്ട് സാധിക്കാതെ പോയ വിവിധ മേഖലകളിൽ നിന്നുള്ള വിശ്വാസികളുടെയും പേരിൽ ഇടുക്കി ഭദ്രാസനത്തിന് വേണ്ടി എല്ലാ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. വോളണ്ടിയേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ ഇപ്പോൾ അനേകം പ്രധാന വ്യക്തികൾ വന്ന് അനുശോചനമൊക്കെ അറിയിക്കുന്ന സമയമാണ്. ഇതെല്ലാവർക്കും കേൾക്കേണ്ടതുണ്ട്. ദയവായിട്ട് നിശബ്ദത പാലിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് അവരെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി പത്തനംതിട്ട DCC പ്രസിഡന്റ് ശ്രീ മോഹൻ രാജ് പുഷ്പചക്രം സമർപ്പിക്കുന്നു. കരിമുളക്കൽ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിക്ക് വേണ്ടി ട്രസ്റ്റി ഇപ്പോൾ പുഷ്പചക്രം സമർപ്പിക്കുന്നു. കടപ്പുറ മാന്നാർ സെന്റ് തോമസ് കാതോലിക്കേറ്റ് പള്ളി വികാരി ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു പള്ളിക്ക് വേണ്ടി. ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചതുപോലെ ശുശ്രൂഷകൾ ആരംഭിക്കാനുള്ള സമയമായി. ഇപ്പോൾ അഭിമന്യ തിരുമേനിയുടെ ഭൗതിക ശരീരം ബഥനി ആശ്രമത്തിൽ എത്തിയിരിക്കുന്ന അവസരമായതുകൊണ്ട് ഈ ബഥനി ആശ്രമത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതാണ്. അതുകൊണ്ട് ബഥനി ആശ്രമത്തിലെ എല്ലാ ആളുകളും ദയവായിട്ട് ഈ മൃതശരീരത്തിന്റെ അടുത്തേക്ക് വരണം എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷം ബഥനി കോൺവെന്റ് സിസ്റ്റേഴ്സ് ഈ ഭാഗത്തേക്ക് വന്ന് ഗ്രൂപ്പ് ഫോട്ടോയ്ക്കായിട്ട് ഒരുങ്ങും. ഖബർ മുറിയിൽ ദയവായിട്ട് വിശ്വാസികൾ വന്ന് കണ്ടുപോകുന്നത് സന്തോഷമാണെങ്കിലും അവിടെ ആളുകൾ കൂടി നിൽക്കരുത്. ഖബർ മുറിയിൽ അനേകം ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ചാപ്പലിന്റെ തെക്ക് ഭാഗത്തുള്ള ഖബർ മുറിയിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് എന്ന് സ്നേഹത്തോടെ അറിയിക്കാം. ബഥനി ആശ്രമ അംഗങ്ങൾ എല്ലാവരും സുപ്പീരിയർ ബഹുമാനപ്പെട്ട തോമസ് റമ്പാച്ചന്റെ നേതൃത്വത്തിൽ വന്ന് നിന്ന് ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്നറിയിക്കുന്നു. അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ ട്രൈപ്പോഡ് ഉണ്ടെന്ന് പിന്നെ പൊക്കിയെടുത്തിട്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അത്രയും പൊക്കം നമുക്കില്ല. ഇപ്പോൾ മൃതദേഹം ദർശിക്കുവാനായി വന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ ശ്രദ്ധയ്ക്ക് 1 മിനിറ്റത്തേക്ക് അവിടെ പടിഞ്ഞാറെ വാതിലൊന്ന് ബ്ലോക്ക് ചെയ്യണം. കാരണം ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള സമയം കിട്ടണം. 1 മിനിറ്റത്തേക്ക് പടിഞ്ഞാറ് നിന്ന് കയറ്റിവിടുന്ന ഒന്ന് നിർത്താനായിട്ട് ആവശ്യപ്പെടുന്നു. വടക്ക് ഭാഗത്തുള്ള ആ വഴിയൊന്ന് ക്രമീകരിച്ചു കൊടുത്തേ പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടല്ലേ വരുന്നവർ പുറത്തേക്ക് ഇറങ്ങത്തക്കവണ്ണം വഴി ഒഴിഞ്ഞു കൊടുക്കണം. അഭിമന്യ തിരുമേനിയുടെ സഹോദരങ്ങൾ ഈ കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് മാർഗതടസ്സം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വോളണ്ടിയേഴ്സ്
പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാഫിക്കിന്റെ ചുമതലയുള്ള വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. അഭിനന്ദൻ തിരുമേനിയുടെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ എത്തിപ്പറ്റാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. ബഥനി ആശ്രമത്തിലെ എല്ലാ അന്തേവാസികളും ദയവായിട്ട് വന്നു ഈ ഫോട്ടോയ്ക്കായിട്ട് ഒരുങ്ങണമെന്ന് അറിയിക്കുകയാണ്. ഈ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗം നിൽക്കുന്ന അച്ഛന്മാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ ഫോട്ടോ ഒന്ന് എടുത്തു കൊടുക്കണമല്ലോ. നമുക്ക് നിർബന്ധമായിട്ട് ഈ ഭവനത്തിലെ ഒരാളല്ലേ കടന്നു പോകുന്നത്. അവർക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം കൊടുത്താൽ അച്ഛന്മാർക്ക് മാറി കൊടുത്തേ. ബഥനി കോൺവെന്റ് സിസ്റ്റേഴ്സ് ദയവായിട്ട് നിരനിന്ന് ഫോട്ടോ എടുക്കണം. ഇപ്പോൾ കബറടക്ക ശുശ്രൂഷയുടെ 8ാം ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോകുന്നു. ഫോട്ടോ എടുക്കേണ്ടത് ആ സമയങ്ങളിൽ ചെയ്തുകൊള്ളുക. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിരനിന്ന് ഫോട്ടോ എടുത്തോളൂ. സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് റാസൽ ഖൈമയുടെ പുഷ്പയത്രം ഇപ്പോൾ സമർപ്പിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഭൂമിയും തന്നെ മാത്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭഗവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഹോശാന. ഇന്നേ ദിവസം തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷകന്റെ എല്ലാ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ക്ഷമിക്കണമേ. പരിശുദ്ധ പിതാക്കന്മാരോടുകൂടിയുള്ള ആശ്വാസവും നിത്യാനന്ദങ്ങളിലുള്ള നൽകുമാറാകണമേ. നീചന്മാരിൽ അസൂയ നിനക്കുണ്ടാകരുതേ. ഹല്ലേലൂയ. ദുഷ്കർമ്മികളിൽ വൈരമതോ വാടിപ്പോകും സസ്യം പോലെ ദൈവത്തിൽ പ്രത്യാശയോടെ ചെയ്യുക നന്മ. ഹല്ലേലൂയ. വിശ്വാസം
നിത്യവും ഇടവിടാതെ ഗ്രഹിക്കുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. അഗ്നിമയന്മാരായ ശുശ്രൂഷകരാൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യപ്പെടുന്ന മഹാപ്രധാനാചാര്യനും മണ്ണയരും മരണമുള്ളവരുമായ മനുഷ്യൻ അതിന്റെ ശുശ്രൂഷയ്ക്കായും പുരോഹിതന്മാരെയും പ്രധാന പുരോഹിതന്മാരെയും കൃപയോടെ നിയമിക്കുകയും തന്റെ ജനത്തിന് പാപമോചനം നൽകുവാനും തന്റെ ദൈവത്തിന് പ്രീതികരമായ ബലികൾ അനുഷ്ഠിക്കുവാനും വേണ്ടി ദൈവിക നവനം കൊണ്ട് അവരെ ബഹുമാനിക്കുകയും ചെയ്തവനും ഞങ്ങളുടെ മാനുഷിക വർഗത്തിന് നിശ്ചയിക്കപ്പെട്ട മരണമെന്ന വിധി തീർപ്പനുസരിച്ച് മരണമുള്ള സകലർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അന്ത്യങ്ങൾ കൂടുവാനും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കഴിവില്ലാത്തതായ ജീവനിലേക്ക് മാറുവാനും മൂർച്ചയും സ്വീകാര്യ ബലികൾ അർപ്പിക്കുവാനും വേണ്ടി താൽക്കാലിക ജീവിതത്തിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുപോകുന്നവരുമായ മനസ്തുതി അവരുടെ അനന്ത അനുസ്മരണം നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹം പ്രാപിക്കുകയും ഞങ്ങളുടെ നിയമലംഘനങ്ങൾക്ക് മോചനവും തെറ്റുകൾക്ക് പരിഹാരവും പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. സകലത്തിലും ഭാഗ്യശാലിയും യഥാർത്ഥ മഹാപുരോഹിതനും തന്റെ ശരീരത്തിന്റെ വിലയർപ്പണത്താലും ജീവദായകമായ തന്റെ മരണവും രക്ഷാകരമായ ഉയർപ്പും വഴിയായും സഭാപരമായ ഞങ്ങളുടെ പൗരോഹിത്യത്തെ പരിപൂർണപ്പെടുത്തിയവനും മരണമാകും നമ്മളിനെ ചവിട്ടി ഈ മരണമല്ല യഥാർത്ഥ ജീവനിലേക്ക് കടക്കുന്ന ഉറക്കം മാത്രമാകുന്നു എന്ന് പരിഗണിക്കുവാൻ വേണ്ടി പരിശുദ്ധ സ്നേഹന്മാർ വഴിയായി പൗരോഹിത്യ പുരോഹിതന്മാരെ ചുറ്റുകൊടുത്തവനുമായ കർത്താധികർത്താവ് ഞങ്ങളുടെ മഹാപുരോഹിതനുമായ അയോഗ്യരായിരിക്കുകയും ഓരോ നിന്റെ ദൈവിക സ്നേഹത്തോടെ ഞങ്ങളുടെ ഹീനത പ്രകൃതിയുടെ ശക്തിക്ക് അനുസൃതമായി ദിവസത്തിയവൻ നിർവഹിച്ചിരിക്കുന്ന ജാഗരണത്തിനും പ്രാർത്ഥനകൾക്കും പകരമായി സന്തോഷകരവും ആനന്ദപ്രദവുമായ നിലപ്പോടെ ഇവനെ സ്വീകരിക്കണമേ. നിന്റെ പരിശുദ്ധ വന്ദഹായുടെ സന്നദ്ധിയിൽ ഇവൻ അർപ്പിച്ചിരിക്കുന്ന ബലികൾക്കും കാഴ്ചകൾക്കും പകരമായി ഇവന് സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യണമേ. നിന്റെ സ്വർഗീയ മഹാവിശുദ്ധ സ്ഥലത്ത് ഇവന്റെ ആത്മാവിനെ വസിപ്പിക്കണമേ. അവിടെ സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ടും അലാഖമാർക്കടുത്ത് ആനന്ദം പ്രതീക്ഷിച്ചുകൊണ്ടും ഇവൻ ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ വസിക്കുമാറാകണമേ. കർത്താവേ, തിരുവിഷ്ടം തോന്നിയവന് വേണ്ടിയുള്ള ഭാവികളായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊള്ളണമേ. വിശുദ്ധ കൂതാശനുഷ്ഠാനകരവുമായ ശ്രേഷ്ഠരുമായവരോടൊരുമിച്ച് അവനെ ആശ്വസിപ്പിക്കണമേ. ഇവൻ തിരുസന്നതിയിൽ അനുഷ്ഠിച്ച വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന പാപപരിഹാരപ്രദമായ കൃപയാൽ ഏത് വിധത്തിലെങ്കിലും പുരണ്ടിരിക്കുന്ന മാലിന്യങ്ങളെയും അഴുക്കുകളെയും നീക്കി ശുദ്ധീകരിക്കണമേ. അവസാന നാളുകളിൽ ശ്രേഷ്ഠ സന്നദ്ധയിലൂടെ പോലെ നിർമ്മലനായ നിർത്തണമേ. വിശുദ്ധ സ്വർഗീയ സേനകളുടെ കൂട്ടത്തിൽ നിനക്കും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ വിധാനം ഭാഗ്യകരമായ കരുണയുടെ സാരാംശത്തിൽ നിന്നോടും ഏകമായിരിക്കുന്നവരുമായ നിന്റെ പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി പാടുമാറാണമേ. Monica
മനുഷ്യവർഗത്തെ വഞ്ചനയാലും ചതിവാലും വഞ്ചിച്ച് ജയിച്ച അധികാരിയായ ആകർസായ സ്ലീബാമൂലം ജയിച്ചവന് സ്തുതി. അബ്രാഹാമിന്റെ പുത്രനായ മോശയെ എന്റെ വലയിൽ അകപ്പെടുത്തിയിരിക്കുന്നു. അവൻ വിഖ്യാതനായ വീരനും എബ്രായ മഹാജനത്തിന് ദൈവത്തെ പോലെ ആയിത്തീർന്നവനും ദൈവത്തോട് സംസാരിച്ചവനും ആകുന്നു. വരിക, അവന്റെ അസ്ഥികൂട്ടങ്ങളെ ഞാൻ നിന്നെ കാണിച്ചു തരാം. സൂര്യചന്ദ്രന്മാരെ വിലക്കി നിർത്തുകയും കർത്താവിന്റെ ശത്രുക്കളെ വീഴ്ത്തുകയും ചെയ്ത നീതിമാനായ യേശുബർണോനെയും ബുദ്ധിമാനും മഹാജ്ഞാനിയുമായ ശ്ലേമോനെയും അങ്ങനെ തന്നെ എന്ന് മരണം പറയുന്നു. സകല യോദ്ധാക്കളെയും ജയിച്ചവൻ ഞാനാകുന്നു. അവരെ ഞാൻ പാതാളത്തിന്റെ മൂലകളിൽ കൂട്ടിയിരിക്കുന്നു. മറിയാമിന്റെ പുത്രാകത്തുവന്ന് പരാക്രമികളുടെ പ്രധാന അവയവങ്ങളും മഹാനായ ശിംശോന്റെ അസ്ഥികൂട്ടങ്ങളും മലനായ ഗോലിയാത്തിന്റെ ഇരുമ്പ് കട്ടിലുണ്ടാക്കി അതിൽ കിടന്നതായ വീരകുമാരൻ ഊകിന്റെയും അസ്ഥിപഞ്ജരവുമാകുന്ന ഭയങ്കര കാഴ്ചകൾ കാണുക. ഞാൻ അവനെ തള്ളി അധപ്പതിപ്പിക്കുകയും ആ സിംഹത്തെ പാതാളത്തിന്റെ വാതിൽകൾ എന്നേക്കുമായി തള്ളി വീഴിക്കുകയും ചെയ്തു എന്ന് മരണം പറയുന്നു. നാഥൻ തൻ വാഴ്വാർന്നോ
പ്രിയവിമലന്മാരോപ്പം സ്തോത്രം പൂർവശാന്ത്യ വാഴുക വെളിവിൻ പാണവരനിൽ ജീവായി നിന്നെ അടച്ചോൻ സ്തോത്രം തന്നെ ഇവിടെ 8ാം ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അഭിമന്യ തിരുമേനിയുടെ ഭൗതിക ശരീരം ദർശിച്ച് അന്തിമോപചാരം അർപ്പിക്കുവാനായി നമ്മുടെ കേരള ഗവൺമെന്റിൽ ജലസേചന വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ PJ ജോസഫ് ഇപ്പോൾ ഒരു വാക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നതാണ്. അഭിമന്യ കാതോലിക്ക ബാബ തിരുമനസ്സേ, അഭിമന്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരി സഹോദരന്മാരെ, വർഷങ്ങളായി എനിക്ക് പരിചയമുള്ള സൗഹൃദമുള്ള അഭിമന്യ പക്കോമിയസ് തിരുമേനി നമ്മെ വിട്ടുപോയതിൽ അതീവ ദുഃഖമാണ് എനിക്കുള്ളത്. ഇടുക്കിയിൽ തിരുമേനിയായി വന്ന് 10 വർഷക്കാലം അവിടെ ജനങ്ങളെ സേവിച്ചു. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. പിന്നീട് മാവേലിക്കര ഭദ്രാസനത്തിലേക്ക് വന്നു. 96 2001 ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല പക്കോമിയസ് തിരുമേനിക്കായിരുന്നു. വളരെയേറെ കാര്യങ്ങളിൽ ഇടപെടാൻ അന്ന് അവസരമുണ്ടായി. +2 സ്കൂൾ അനുവദിക്കുന്ന കാര്യത്തിലും അതുപോലുള്ള വിദ്യാഭ്യാസപരമായ കാര്യത്തിലും ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി എപ്പോഴും ബന്ധപ്പെടുന്നത് അഭിമന്യ തിരുമേനിയായിരുന്നു. ആ സൗഹൃദം പിന്നെയും തുടർന്നു. എനിക്ക് ഒരാത്മബന്ധമുള്ള തിരുമേനിയായി. അതുകൊണ്ട് എങ്ങനെയും ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഈ ആശ്രമത്തിൽ നിന്നും ആരംഭിച്ചു ആധ്യാത്മിക ജീവിതം. വലിയ അംഗീകാരമാണ് സഭ നൽകിയത്. ചെറുപ്പത്തിൽ തന്നെ ബിഷപ്പാകുന്നു. അതിനുശേഷം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചു. സഭയുടെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന് വലിയ അംഗീകാരമാണ് മാവേലിക്കരയിലേക്ക് അധികാരം നൽകിക്കൊണ്ട് സഭ തീരുമാനിച്ചത്. നമുക്കറിയാം, മനുഷ്യജീവിതം വളരെ ഹ്രസ്വമാണ്. കൂടിയാൽ 1 നൂറ്റാണ്ട് അതിനോട് ജീവിച്ച് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി ജീവിച്ച് കടന്നു പോകുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്. ആ നിലയിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ജനങ്ങളിൽ എത്തിക്കുവാൻ യത്നിച്ച, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറയുവാൻ കഴിയുന്ന തിരുമേനിയുടെ ജീവിതം ഏവർക്കും മാതൃകയാണ്. ഈ ആശ്രമത്തിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. 2 ദിവസമായി അദ്ദേഹത്തെ എനിക്ക് ആശുപത്രിയിൽ പോയി കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും പ്രൊഫസർ DK ജോൺ അവിടെ ചെന്നപ്പോൾ എഴുതി ചോദിച്ചു ഞാൻ എവിടെയാണ്. എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നതിന് മുമ്പ് നമ്മെ അദ്ദേഹം വിട്ടുപോയി. തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ്റെ മകനായി
ജനിച്ച് വിദ്യാഭ്യാസ മേഖലയോട് ആഭിമുഖ്യം പുലർത്തി ഒട്ടേറെ സേവനം സഭയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞ തിരുമേനിയുടെ വിയോഗം ഈ സഭയ്ക്ക് വലിയ നഷ്ടമാണ്, ഈ രാഷ്ട്രത്തിന് നഷ്ടമാണ്. അതുപോലെ നമുക്ക് ആധ്യാത്മിക ഗുരുക്കളെ ഏറ്റവും ആവശ്യമുള്ളൊരു കാലഘട്ടമാണിത്. നല്ല ജീവിതം നയിക്കുന്നവർ, മാതൃകാപരമായി ജീവിക്കുന്നവർ, സേവനം ചെയ്യുന്നവർ, മാനവ സേവനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അഭിമന്യ പിതാവ് നമ്മെ വിട്ടുപോയതിലുള്ള ദുഃഖം കേരള ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും സഭയോടുമുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സർവശക്തനായ ദൈവം നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, വിവന്ന തിരുമേനിമാരെ, കോറോപ്പിസ്കോമാരെ, റംബാന്മാരെ, നമ്മുടെ കേരള സ്റ്റേറ്റ് മന്ത്രി ശ്രീ പി ജെ ജോസഫ് അവരുകൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളുമേ, സഭാവിശ്വാസികളെ, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ എത്ര പേർക്ക് തിരുമേനിയെ 5 വയസ്സ് മുതൽ അറിയാം എന്ന് ചോദിച്ചാൽ, സഹോദരങ്ങൾ ഒഴിച്ചാൽ, കുടുംബാംഗങ്ങൾ ഒഴിച്ചാൽ എനിക്ക് തിരുമേനിയെ 5-ാം വയസ്സ് മുതൽ അറിയാം. എൻ്റെ മാതാവും തിരുമേനിയുടെ മാതാവും സഹപാഠികളായിട്ട് ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ബന്ധം വളരെ ദൃഢമായ ബന്ധമായതിനാൽ ഞങ്ങൾ കുറിച്ചിയിൽ നിന്ന് അവർ കോഴഞ്ചേരിയിൽ വന്ന് താമസിച്ച് ചെറിയ പ്രായം മുതൽ തിരുമേനിയുമായിട്ട് ഇടപെടുകയാണ്. തിരുമേനി അതെപ്പോഴും അത് പറയും, ഞാനും അതെപ്പോഴും പറയും. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ബ്രിഗേഡിയർ ഒഴിച്ചാൽ അവരുടെ വീട്ടിൽ 5 സഹോദരന്മാരും ഒരു സഹോദരിയുള്ള പോലെ ഞങ്ങൾക്ക് 6 സഹോദരന്മാരും ഒരു സഹോദരിയുണ്ട്. ആ താഴെയുള്ള എല്ലാവരും നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കൊച്ചു വീട് വെച്ച് കഞ്ഞിയും കറിയും കളിക്കുന്ന ഒരു പ്രായത്തിൽ മുതൽ തിരുമേനി എനിക്കറിയാം. തിരുമേനി ആയ ശേഷവും അതിനു മുമ്പേയും തിരുമേനിയുമായിട്ട് വളരെ ആത്മബന്ധം എനിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എന്നേക്കാൾ വെറും 2 വയസ്സ് മാത്രം പ്രായമുള്ള തിരുമേനി ഇത്രയും പെട്ടെന്ന് നമ്മളെ വിട്ടുപോകുന്നത് ദുഃഖമാണ്. പക്ഷെ തിരുമേനിയുടെ ജോലിയെല്ലാം പൂർത്തിയാക്കിയാണ് പോകുന്നതെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന ഒരു വലിയ മഹത് ജീവിതത്തിൻ്റെ ഉടമയാണ്. സഭയിൽ അങ്ങേയറ്റം താഴ്മയോടും വിനയത്തോടും കൂടി അനേക കാര്യങ്ങൾ ചെയ്യാനെത്തും. ചെന്നിടത്തെല്ലാം ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് സ്നേഹം വരത്തക്കവണ്ണമുള്ള പെരുമാറ്റമുള്ള തിരുമേനിയാണ്. തിരുമേനിയുടെ പൂർവികന്മാരെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. ഭാഗ്യസ്മരണീയനായ കല്ലാശ്ശേരി ഗ്യോറിസ്തിത്യൻ ബാവായുടെ ഒരു അനന്തരവനായ ആ കുടുംബത്തിൽ ജനിച്ച ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. കുറിച്ചിക്കും ദേശത്തിനും സഭയ്ക്കും സമൂഹത്തിനും ശ്രീമാൻ പി ജെ ജോസഫ് പറഞ്ഞ പോലെ ഈ നാടിനും രാഷ്ട്രത്തിനും ഒരു നഷ്ടമാണ് തിരുമേനിയുടെ വിയോഗം. തിരുമേനിയുടെ കുടുംബാംഗങ്ങൾ എൻ്റെ സഹോദരനെ പോലാണ്. ഞങ്ങൾ അങ്ങനെയാണ് ഇത്രയും നാളും പെരുമാറിയത്. തിരുമേനി ഒരു മഹാപുരോഹിതനായി, ഞാൻ ഒരു വെറും ആത്മായക്കാരനായിട്ട് തുടർന്നു. തിരുമേനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങേയറ്റത്തെ സ്ഥാനം കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ഒരു വിവരം പലർക്കും അറിയാത്തത് തിരുമേനി എപ്പോഴും ഷെയർ ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. തിരുമേനിക്ക് എല്ലാ കൃപകളും ദൈവം കൊടുത്ത് കുടുംബാംഗങ്ങൾക്ക് ദൈവം സമാധാനവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ മുമ്പാകമായിട്ട് വിടുന്ന നമ്മുടെ കർത്താവേ ശിഹായുടെ വിശുദ്ധ ഏവകയിലെ ദൈവത്തിന്റെ ജീവനുള്ള വചന അറിവിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ ലോകത്തിന്റെ ജീവനക്ഷ
ഇപ്രകാരം ഇവ സംഭവിച്ചു. സ്വർഗരാജ്യം ദൂരദേശത്തേക്ക് യാത്ര പോയ ഒരു മനുഷ്യനെ പോലെയാകുന്നു. അവൻ തന്റെ സമ്പാദ്യം ദാസന്മാരെ വിളിച്ചേൽപ്പിച്ചു. ഒരുത്തന്നെ 5, ഒരുത്തന്നെ 2, ഒരുത്തന്നെ 1 കക്രോ വീതം അവനവന്റെ ശക്തിക്ക് തക്കവണ്ണം കൊടുത്തിട്ട് ഉടൻ യാത്ര പോയി. 5 കക്രോ വാങ്ങിയവൻ പോയി അതുകൊണ്ട് കച്ചവടം ചെയ്തു 5 കോടി ലാഭമുണ്ടാക്കി. അപ്രകാരം തന്നെ 2 വാങ്ങിയവനും 2 കോടി ലാഭമുണ്ടാക്കി. 1 വാങ്ങിയവനാകട്ടെ പോയി ഭൂമി കുഴിച്ച് യജമാനന്റെ ദ്രവ്യത്തെ ഒളിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നവരോട് കണക്ക് ചോദിച്ചു. അപ്പോൾ 5 കക്രോ വാങ്ങിയവൻ വേറെ 5 കോടി കൊണ്ട് ചെന്ന്, എന്റെ യജമാനനെ, അങ്ങ് 5 കക്രീനാണല്ലോ തന്നത്, ഇതാവയോട് വേറെ 5 കോടി ഞാൻ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുന്നു, നീ യജമാനന്റെ പ്രീതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അനന്തരം 2 കക്രീൻ വാങ്ങിയവനും അടുത്ത് ചെന്ന്, എന്റെ യജമാനനെ 2 കക്രീനാണല്ലോ എനിക്ക് തന്നത്, ഇതാ അതിനോട് വേറെ 2 കോടി ഞാൻ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം, വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസ, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീയും യജമാനന്റെ പ്രീതി പ്രാപിക്കുക. അതിന്റെ ശേഷം 1 കക്രോ വാങ്ങിയവൻ അടുത്ത് ചെന്ന്, എന്റെ യജമാനനെ അങ്ങ് കഠിനനും വിതയ്ക്കാത്തടത്ത് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ട് പോയി ഭൂമിയിൽ അവിടുത്തെ കക്രോ ഒളിച്ചു വെച്ചു. ഇതാ അങ്ങയുടേതെന്ന് പറഞ്ഞു. യജമാനൻ അവനോട് മറുപടിയായി പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തടത്ത് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എന്റെ ദ്രവ്യം നീ പലിശിക്കിടേണ്ടതായിരുന്നു. ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നുവല്ലോ. ഇവനിൽ നിന്ന് 5 കക്രോ വാങ്ങി 10 കക്രോ ഉള്ളവനെ കൊടുക്കുകയും എന്നാലുള്ളവനെ കൊടുക്കപ്പെടും, അവനെ വർധന ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാതെ നിന്നാകട്ടെ ഉള്ളതും കൂടി എടുക്കപ്പെടും. മടിയനായ ദാസനെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും ബലികടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പ്രിയ ദൈവത്തിന്റെ